ഇറങ്ങി പോയിട്ട് ഫോട്ടോയ്ക്ക് അപ്പൊ ഇവിടെ ആളുകളൊക്കെ ഉണ്ടോ ഇല്ലയോ ഒന്നും അറിഞ്ഞില്ല. നമുക്ക് അവിടെ എത്തുമ്പോൾ അറിയാം എന്താണ് അവസ്ഥയെന്ന്. അപ്പൊ നമ്മളിതാ നേരെ ബീച്ചിൽ. ഇത് എത്ര രൂപ? 450. ഇഷ്ടപ്പെട്ട കൊള്ളാല്ലേ? ആ അതിന്റെ അകത്ത് ഇതിന് അങ്ങനെ വരും. ഇത് എത്ര രൂപ മോനെ? എല്ലായിടത്തും ഇതുപോലത്തെ കടകളൊക്കെ നമ്മളെല്ലാ കടയിലും കയറും ഒന്നും മേടിക്കില്ല. നമ്മുടെ വീട്ടിനോട് 200 സംതിങ് ബീച്ചിൽ അങ്ങനെ ഗൈസ് അവിടെ എന്തോ ശുചീകരണം നടക്കുവാണ് ഗൈസ്. ഇവിടെ പ്ലാസ്റ്റിക് മൊത്തം ബീച്ചിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി അവിടെ ഫുള്ളിങ്ങനെ ഇതേപോലെ ചെയ്യുന്നുണ്ടായിരുന്നു. കടലില് വല എറിയടാ. നമസ്കാരം. അപ്പൊ നമ്മൾ ഇന്ന് വർക്കല ബീച്ചിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇന്നൊരു ഡേ ഫുൾ നമ്മളിവിടെ എൻജോയ് ചെയ്യാൻ വന്നേക്കാണ്. ചന്തു ഉണ്ട്, ചന്തുവിന്റെ അമ്മയുണ്ട്, എന്റെ അമ്മ കഴിക്കാൻ. അപ്പൊ ഗൈസ് നമ്മളിവിടെ കഴിക്കാൻ പോവാണ് ഗൈസ്. നമ്മളിവിടെ ഒന്ന് വിശ്രമ ഷീറ്റൊക്കെ കൊണ്ട് നമ്മളെല്ലാം സെറ്റ് ആക്കി നമ്മള് ചോറും കറിയും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ബീച്ചിൽ വന്നിട്ട് നമ്മൾ ചോറ് കഴിക്കാൻ പോകുന്നു ഗൈസ്. ഒരു വെറൈറ്റി പിടിക്കാൻ ഉണ്ണിയപ്പം മനസ്സിലാതെ ഉണ്ണിയപ്പം ഉണ്ട്. നമ്മൾ രാവിലെ ഇറങ്ങിയപ്പോ ചെറിയ വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഒരു ഉണ്ണിയപ്പം വാങ്ങിച്ചാൽ അത് കഴിച്ചിട്ടാണ് വന്നത്. കഞ്ഞി ഉണ്ട് എന്നാ ചോറും പയറും നമ്മളതൊക്കെ കൊണ്ടുവന്ന് ഗൈസ്. വെറൈറ്റി ഉണ്ട്. നമ്മളിവിടെ വന്നിട്ട് കുറെ പ്ലാനിങ് ഒക്കെ ആയിട്ടാണ് വന്നത്. നമുക്ക് കുറെ വീഡിയോസ് ഒക്കെ എടുക്കണം. പക്ഷെ ബീച്ചിലൊരു സംഭവം ഉണ്ട്. ഇതാ ബീച്ചിലോട്ട് ഇറങ്ങാൻ പറ്റൂല. എല്ലാരും ഇവിടെ ഇങ്ങനെ. പക്ഷെ വേറൊരു സ്ഥലം ഉണ്ട് ഗൈസ്, ഇറങ്ങാൻ സ്ഥലം ഉണ്ട്. ഇവിടെ ഇങ്ങനെ കയറ് കെട്ടിയിരിക്കുകയാണ്. നമുക്ക് ബീച്ചിൽ ഇറങ്ങാൻ പറ്റൂലല്ലേ? ഇറങ്ങാൻ സ്ഥലം ഉണ്ട്, കണ്ടുപിടിക്കണം. ഇറങ്ങാൻ അപ്പുറത്തെ സൈഡിൽ പോയി ഇറങ്ങാൻ പറ്റും. അവിടെ പോയിട്ട് നമ്മൾ ഇനി കഴിച്ചിട്ട് നേരെ അങ്ങോട്ട് പോകും. എന്നിട്ട് നമ്മൾ അവിടെ നിന്നാണ് ഗൈസ്. അപ്പൊ നമുക്ക് നേരെ ഗൈസ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പയറ് പിന്നെന്താണ് ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്. ഐശ്വര്യ വീട്ടിൽ നിന്ന് എന്തോ ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിരുന്ന് നോക്കാം, സർപ്രൈസ് ആണെന്നൊക്കെ പറഞ്ഞ്. അത്ര സർപ്രൈസ് ഒന്നുമില്ല. ചോറും പൊതിച്ചോറാണ് ഗൈസ് ഞാൻ കൊണ്ടുവന്നേക്കുന്നത്. പൊതിയിൽ എന്താണെന്ന് അറിയാൻ നമുക്ക് ആകാംക്ഷയാണ് ഗൈസ്. ഉരുളക്കിഴങ്ങ് കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. മുട്ടയും പിന്നെ അച്ചാറും ഉണ്ട്, മാങ്ങയച്ചാറ്. ഗൈസ് നമ്മൾ ഇത്രയും സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇപ്പൊ നമുക്ക് വിശന്ന് വയ്യ. അപ്പൊ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നേരെ നമ്മുടെ ബീച്ചിലോട്ട് ഇറങ്ങുന്ന സ്ഥലം തേടി പോകും ഗൈസ്. അപ്പോൾ കൈ കഴുകാം. നമ്മൾ കൈ കഴുകി നമ്മൾ കഴിച്ചിട്ട് വരാം ഗൈസ്. ബൈ. എക്സ്പ്രഷൻ കൊള്ളാന്ന് പറ. സെറ്റല്ലേ? അങ്ങനെ ഗൈസ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളവിടെ കുറച്ച് വീഡിയോസൊക്കെ ഷോർട്സ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു. നമ്മുടെ കുറച്ച് ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ അമ്മയോട് കുറച്ച് വീഡിയോസ് എടുത്തു. പിന്നെ എൻ്റെ കുറേ സിംഗിൾ വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ക്രാഫ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ നേരെ ഫെവിക്കോൾ തിരക്കി പോയി. അവിടെയും ഒരൊറ്റ കടയിൽ ഫെവിക്കോൾ. നമ്മൾ കുറേ അലഞ്ഞ് തിരിഞ്ഞാണ് നമ്മൾ ഫെവിക്കോൾ കണ്ടുപിടിച്ചത്. ഈ കടയിൽ ചോദിച്ചു, ഇതാണ് അവിടെ കാണുന്ന ആദ്യത്തെ കട. നമ്മൾ ആദ്യം ചോദിച്ചു. ഇത് കഴിഞ്ഞ ഒരു അരമണിക്കൂർ നമ്മൾ ഇതിനായിട്ട് കിടന്നു ഓടി ഗൈസ്. അലഞ്ഞു തിരിഞ്ഞ് ഒരു പരി പോയി. വെയിലാണെങ്കിൽ ഒടുക്കത്തെ വെയിൽ. നമ്മളൊരു റീലെടുക്കാൻ വേണ്ടി ഫെവിക്കോൾ തപ്പി നടക്കുകയാണ്. കുറേ നേരം വെയിലത്ത് ഉണക്കായിട്ടേക്കായിരുന്നു. നമുക്ക് ഫെവിക്കോൾ കിട്ടി. അങ്ങനെ നമ്മൾ ഫെവിക്കോൾ വെച്ച് നമ്മളെ ഹാൻഡിൽ വെച്ചിട്ട് നമ്മളൊരു ക്രാഫ്റ്റ് ചെയ്തു ഗൈസ്. ഒരു ഗ്ലാസ് ഷീറ്റിൽ നല്ല ക്രാഫ്റ്റ് ആയിരുന്നു.
നമസ്കാരം. നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ഹലോ ഗൈസ്, നമസ്കാരം. ഓക്കെ. ഏഴാം കടൽ താണ്ടി ഇങ്ങോട്ട് വന്നെന്റെ മാലാഖയായോള്. നമ്മളില്ല കറക്റ്റ് മറ്റേ ഇല്ല ഏത് സിനിമ ആടുജീവിതത്തില് മരുഭൂമി പെട്ട പോലെ ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. നമുക്ക് ആകെ ഒറ്റ ദിവസമേ കിട്ടത്തുള്ളൂ. അപ്പൊ പിന്നെ നമ്മൾ മാക്സിമം അത് ഹേ ഗായ്സ്, ഇപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സ്ഥലവും തിരക്കി പോവാണ്. കാണാനില്ല ഉണ്ട് നല്ല ഏതെങ്കിലും. ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റ് വന്നിരിക്കുകയാണ്. ഇവിടെ നല്ലൊരു വൈബ് ഉള്ളൊരു കടയാണ്, നല്ല പാട്ടൊക്കെ. ഇവിടെയൊക്കെ സൂപ്പറാണ് ഗായ്സ്. മാത്രം വെള്ളമുണ്ട്. സാൻഡ്വിച്ചാണ് കഴിച്ചത്. ഇവർ രണ്ടൊരു ബിരിയാണി. ക്ലിഫില് ആ ഒരു തേരി ഉണ്ടായിരുന്നു ഗൈസ്, ഒരു നല്ല തേരിയായിരുന്നു. അമ്മതാ ബാക്കിന്ന് ആമയെ കണക്ക് വരുന്നുള്ളൂ, നിങ്ങൾ പെട്ടെന്ന് പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ ഇതിന്റെ മേലിൽ ഇവിടെ കൊണ്ട് ഒരു റെസ്റ്റോറന്റിൽ കയറി എന്തെങ്കിലും കഴിക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തു. ഗായ്സ്, ഇവിടെ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് ബീച്ച് കാണി. നമ്മുടെ ഇന്നത്തെ വ്ലോഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നല്ല ഫുഡായിരുന്നു. ഇന്നത്തെ വ്ലോഗ് മൊത്തം നമ്മൾ വർക്കല ബീച്ചിലായിരുന്നു ഗൈസ്. നല്ല വെയിലായിരുന്നു. അടിപൊളി അടിപൊളി. അമ്മേനെ അടിച്ചു വിളിച്ച. പിന്നെ എന്തൊക്കെ കഴിച്ചു നമ്മള്? ബിരിയാണി ഒരു ബിരിയാണി മേടിച്ചു, ഒരു ഷെയർ ചെയ്ത് കഴിച്ചു, ഞാനൊരു സാൻഡ്വിച്ച് കഴിച്ചു ഗൈസ്. അടിപൊളിയായി. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ട് നമ്മൾ മേടിക്കണ്ടെന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ 11 മണിയായപ്പോ ചോറ് നിന്ന് 3 മണിയായപ്പോ വീണ്ടും ബിരിയാണി. ഭയങ്കര ക്ഷീണമൊന്നും, പക്ഷെ ഭയങ്കര വെയിലുണ്ടായിരുന്നു ഗൈസ്. പക്ഷെ പൊളി വൈബ്. വർക്കല ബീച്ചിൽ കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു. സത്യം ഇവിടെ ചെന്തി കേട്ട് നൈറ്റ് ഇവിടെ കിടന്നുറങ്ങാന്ന് പറഞ്ഞാൽ നമ്മൾ ഓർന്ന് പറയും. അപ്പൊ നമുക്ക് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം ഗൈസ്. അപ്പൊ നമ്മള് വീട്ടിൽ പോകുന്നു. അടുത്ത വ്ലോഗുമായിട്ട് നമ്മൾ പിന്നെ വരുന്നതാണ് ഗൈസ്. ബൈ. ബൈ.